നമ്മളിന്ന് കാണുന്ന പല സൂപ്പർ സ്റ്റാർസും എങ്ങനെ ഇവിടെ എത്തി, ആക്ടർ ആവുന്നേക്കാളും മുമ്പ് അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു, ആ ഒരു ജേണിയിൽ അവർ ജീവിതത്തിൽ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു, സിനിമയിൽ വന്നതിന് ശേഷം അവർക്കുണ്ടായ സക്സസും ഫെയിലിയേഴ്സും എന്നൊക്കെ ഞാൻ പറയുന്ന ഒരു സെഗ്മെന്റ് ആണ് ഹൃത്തിക് രാകേഷ് നഗർ. ലൈറ്റ് സിനിമയിൽ വന്നതിന് ശേഷം മരിച്ചുപോയ അപ്പൂപ്പനും ബോളിവുഡിലെ വലിയ മ്യൂസിക് ഡയറക്ടറായിരുന്ന റോഷൻ ലാൽ നഗരത്തിന് ഒരു ട്രിബ്യൂട്ട് എന്ന പോലെ ആ പേരിനൊരു ചെറിയ മാറ്റം വന്നു. ഹൃത്തിക് റോഷൻ. ഹൃത്തിക്കിന്റെ പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, ഈവൻ ദോ സിനിമാ ലൈഫ് ആയിക്കോട്ടെ, ഏകദേശം ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയായിരുന്നു. ഹൃത്തിക് റോഷന്റെ സിനിമാ ലൈഫ് തുടങ്ങുന്നത് സ്വന്തം ഫാമിലിയിൽ തന്നെയാണ്. ചെറുപ്പം തൊട്ടേ ഹൃത്തിക് റോഷൻ സ്വന്തം അച്ഛനായിട്ടുള്ള രാകേഷ് റോഷൻ ഡയറക്ട് ചെയ്ത ഒരുപാട് പടങ്ങളിൽ ചെറിയ ചെറിയ റോളുകൾ ചെയ്തിട്ടുണ്ട് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട്. പക്ഷെ ആ ചെറുപ്പകാലം പുള്ളിക്ക് അത്ര രസമുള്ള ഒരു സംഭവമായിരുന്നില്ല. പേഴ്സണൽ ലൈഫിൽ 6 വയസ്സ് തൊട്ട് പുള്ളിക്ക് വിക്ക് വരാൻ തുടങ്ങി. പോരാത്തതിന് നട്ടല് വളഞ്ഞു പോകുന്ന സ്കോളിയോസിസ് എന്ന് പറയുന്ന അസുഖവും വന്നു. ഒരിക്കലും വെയിറ്റ്സ് എടുക്കരുത്, ബോഡി ബിൽഡിംഗ്, ഡാൻസിങ് പോലത്തെ സംഭവങ്ങളൊന്നും ചെയ്യരുതെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. പിന്നെന്താ നടന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വെൽ ബിൽറ്റ് ആയിട്ടുള്ള തന്റെ ബോഡി കാരണം ഗ്രീക്ക് ഗോഡ് എന്ന് വരെ ആൾക്കാർ തന്നെ വിളിക്കാൻ തുടങ്ങി. ഡാൻസ് എന്ന് പറഞ്ഞ ഒരു ടൈമില് ആൾക്കാരുടെ വായിൽ ആദ്യം വരുന്ന പേര് ഹൃത്തിക് റോഷൻ എന്നായിരുന്നു. ഇപ്പോഴും ഏറെക്കുറെ അതുപോലൊക്കെ തന്നെ. പക്ഷെ എങ്ങനെ ഹൃത്തിക് റോഷൻ ഈ ഒരു ലെവലിലെത്തി? ചുമ്മാ ഈ പറയുന്ന പോലെ അത്ര എളുപ്പമൊന്നായിരുന്നില്ല ആ ജേണി. ഇതൊക്കെ തുടങ്ങുന്നത് 1986-ലാണ്. ആ കൊല്ലാണ് ഭഗവാൻ ദാദ എന്ന് പറയുന്ന സിനിമയിൽ ഹൃത്തിക് റോഷൻ അവസാനമായിട്ട് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്നത്. ആ പടത്തിൽ തന്നെ വേറൊരാളും കൂടി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഹൃത്തിക്കിന്റെ അച്ഛൻ ഡയറക്ട് ചെയ്ത ഖുദ് ഗർസ്, കിങ് അങ്കിൾ, കരൺ അർജുൻ, കോയില എന്നീ പടങ്ങളിലൊക്കെ ഹൃത്തിക് റോഷൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. 2000ന്റെ തുടക്കത്തിലാണ് ഹൃത്തിക് റോഷന്റെ അച്ഛൻ പുള്ളിനെ നായകനാക്കിയിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു പടം ഇറങ്ങുന്നത്, കഹോ നാ പ്യാർ ഹെ. ഹൃത്തിക് റോഷന്റെ ആദ്യത്തെ പടമായിരുന്നിട്ട് പോലും അത് ഭയങ്കര വലിയ ഹിറ്റ് ആവുകയും ആ ഒരു ഐക്കോണിക് സ്റ്റെപ്പൊക്കെ ഉണ്ടാവുകയും ചെയ്തു. ആ ഒരു ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടി ഹൃത്തിക് റോഷൻ സൽമാൻ ഖാന്റെ ഒപ്പമാണ് ട്രെയിൻ ചെയ്തത്. അങ്ങനെ ഹൃത്തിക് റോഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാർ അവിടെ ജനിക്കുകയാണ്. തൊട്ടടുത്ത കൊല്ലം 2001 ഇന്ത്യൻ സിനിമയിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഹിറ്റ്സ് കഭി ഖുഷി കഭി ഗം റിലീസായി. വളരെ ഐക്കോണിക് ആയിരുന്നു ആ പടത്തിലെ പല ക്യാരക്ടേഴ്സും. ഹൃത്തിക് റോഷന്റെ സ്റ്റാർഡം ഒന്നുകൂടി ഉറപ്പിക്കുന്ന പോലെയായിരുന്നു ആ പടത്തിന്റെ ഹിറ്റ്. ഈവൻ ദോ ആദ്യം ഹൃത്തിക് റോഷന്റെ റോള് അമിതാഭ് ബച്ചന്റെ മോനായിട്ടുള്ള അഭിഷേക് ബച്ചനാണ് ഓഫർ ചെയ്തിരുന്നത്. പക്ഷെ ഡേറ്റ് ഇഷ്യൂസ് ഒക്കെ കാരണം പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അതിലൂടെ ഹൃത്തിക് റോഷൻ എന്ന നടന്റെ തല വരെ തെളിഞ്ഞു. പക്ഷെ ഇതിന്റെ ഒക്കെ ഇടയിൽ വളരെ ഡാർക്കും സിനിമാറ്റിക്കും ഇതൊക്കെ റിയാലിറ്റി ആണോ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം ഹൃത്തിക് റോഷന്റെ ലൈഫിൽ നടന്നു. കഹോ നാ പ്യാർ ഹെ വലിയൊരു സക്സസ് ആയ ടൈമിൽ അത് പ്രൊഡ്യൂസ് ചെയ്തതും ഹൃത്തിക് റോഷന്റെ അച്ഛൻ രാകേഷ് റോഷൻ ആയതുകൊണ്ട് ഈ ലാഭം കിട്ടിയ പൈസയിൽ ഒരു ഭാഗം തനിക്ക് തരണമെന്നും പറഞ്ഞ് മുംബൈ അണ്ടർവേൾഡിലെ കുറച്ച് ഗുണ്ടകൾ പണം പിരിക്കാൻ വേണ്ടി പുള്ളിയുടെ അടുത്ത് വന്നു. ആ ടൈമിൽ ബോളിവുഡ് വരെ ഭരിക്കുന്നത് മുംബൈ അണ്ടർവേൾഡ് ആയിരുന്നു. പക്ഷെ എന്നിട്ടും ഹൃത്തിക് റോഷന്റെ അച്ഛൻ പൈസ കൊടുത്തില്ല. വളരെ ബ്രേവ് ആയിട്ടാണ് അങ്ങനെ ഒരു ഇഷ്യൂ ഹൃത്തിക് റോഷന്റെ അച്ഛൻ ഡീൽ ചെയ്തത്. പക്ഷേ ആ ഗുണ്ടകൾക്ക് ദേഷ്യം വരികയും രാകേഷ് റോഷനെ തോക്കെടുത്ത് ആ ഗുണ്ടകൾ വെടിവെച്ചിടുകയും ചെയ്തു. Eventually was a blessing in disguise. പക്ഷെ ഹൃത്തിക് റോഷൻ അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് കണ്ടത്. കാരണം ആ ബുള്ളറ്റ് എടുക്കാൻ വേണ്ടി സർജറി ചെയ്തപ്പോഴാണ് ഹൃത്തിക് റോഷന്റെ അച്ഛന്റെ ഹാർട്ടിൽ 6 ബ്ലോക്കുകൾ ഉണ്ടായിരുന്നത് ഡോക്ടേഴ്സ് കണ്ടുപിടിച്ചത്. അത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ 1-2 മാസത്തിനുള്ളിൽ ഹൃത്തിക്കിന്റെ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകാനും ചാൻസ് ഉണ്ടായിരുന്നു. 2001 ശേഷമാണ് ഹൃത്തിക് റോഷൻ തന്റെ കരിയറിൽ വലിയൊരു മോശം ഫേസിലേക്ക് കടന്നുപോയത്. ആ ടൈമിൽ തുടർച്ചയായിട്ട് ബാക്ക് ടു ബാക്ക് 4 പടങ്ങളാണ് പുള്ളിയുടെ പൊട്ടിപ്പോയത്. പക്ഷെ അപ്പോഴാണ് ഹൃത്തിക് റോഷന്റെ അച്ഛൻ ഒരു രക്ഷകന്റെ പോലെ സീനിലേക്ക് വരുന്നത്. പുള്ളി ഹൃത്തിക്കിനെ നായകനാക്കി പിന്നെ ഒരു പടം എടുത്തു. ആ പടം ഹൃത്തിക് റോഷനെ സൂപ്പർ സ്റ്റാർ ആക്കി. ഇന്ത്യൻ സിനിമയിൽ സയൻസ് ഫിക്ഷൻ ട്രെൻഡ് തുടങ്ങി വെച്ചു. ആ പടത്തിന്റെ പേരാണ് കോയി മിൽ ഗയ. ആ പടം ഒരു പ്രാവശ്യമെങ്കിലും കണ്ട ആൾക്ക് അതിലത്തെ ജാദുവിനൊന്നും മറക്കാൻ പോലും പറ്റില്ല. അത് ഇംഗ്ലീഷ് പടമായിട്ടുള്ള E.T. എന്ന് പറയുന്ന പടത്തിലെ ഒരു ഇൻസ്പിറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈവൻ ദോ ഒരു കൊമേഴ്ഷ്യൽ പടമായിരുന്നിട്ട് പോലും ഹൃത്തിക് റോഷന്റെ ക്യാരക്ടർ ഒരു സ്പെഷ്യലി ഏബിൾഡ് ആയിരുന്നു. അത് ഹൃത്തിക് റോഷൻ എന്ന് പറയുന്ന ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. പക്ഷേ മെയിൻ സംഭവം തുടങ്ങുന്നത് എവിടെയൊന്നുമല്ല, 2006-ലാണ്. എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഇന്ത്യൻ സൂപ്പർ ഹീറോ വന്നു. ഞാൻ 2003-ലാണ് ജനിക്കുന്നത്. ഞാൻ കണ്ടു വളർന്ന, എനിക്ക് അന്നും എന്നും ഇഷ്ടമുള്ള 2 സൂപ്പർ ഹീറോസേ ഉള്ളൂ. ഒന്ന് സ്പൈഡർമാൻ, ഒന്ന് ക്രിഷ്. ഹൃത്തിക് റോഷന്റെ എത്ര നല്ല പടം വന്നാലും അങ്ങേരിനി എത്ര നല്ല റോൾ ചെയ്താലും ഹീ വിൽ ഓൾവേസ് ബി മൈ ക്രിഷ്. അതിന് തൊട്ട് പിറകെയാണ് വേറൊരു വലിയൊരു മാസ സാധനം വന്നത്. ഹൃത്തിക് റോഷനെ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ധൂം 2. ധൂം ഫ്രാഞ്ചൈസിൽ ഇനി എത്ര നല്ല പടങ്ങൾ വന്നാലും വേൾഡ് ക്ലാസ് പടങ്ങൾ വന്നാലും എനിക്ക് ഹൃത്തിക് റോഷന്റെ ധൂം 2 കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും. ഈവൻ അതിനൊരു ഫസ്റ്റ് പാർട്ട് ഉണ്ടെന്ന് തന്നെ ഞാൻ അറിഞ്ഞു കുറെ കൊല്ലങ്ങൾക്ക് ശേഷമാണ്. അത് കണ്ടപ്പോഴും എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ബിക്കോസ് ആ ലെവലായിരുന്നു ധൂം 2. ലിറ്ററലി കൂടെ അഭിനയിച്ചവരെ വരെ സൈഡ് ആക്കുന്ന രീതിയിലായിരുന്നു ഹൃത്തിക് റോഷൻ ആ പടത്തിൽ അഭിനയിച്ചത്. പ്രത്യേകിച്ച് അങ്ങനെ ഡാൻസ് സ്റ്റെപ്സും ധൂം ബച്ചാലെ എന്ന് പറയുന്ന ആ പാട്ടും ഒക്കെ എന്നെ പോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ വീഡിയോ കാണുന്ന പലരും. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഹൃത്തിക് റോഷന്റെ കരിയറിൽ കുറെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുകയും ഒരു റോളർ കോസ്റ്റർ പോലെ പുള്ളിയുടെ ലൈഫ് പോകാൻ തുടങ്ങിയത്. 2008 ഹൃത്തിക് റോഷനും ഐശ്വര്യ റായി അഭിനയിച്ച ജോധ അക്ബർ വലിയൊരു ഹിറ്റ് ആവുകയും പക്ഷെ 2010 കൈറ്റ്സ്
കൈറ്റ്സും ഗുസാരിഷും വലിയൊരു ഫ്ലോപ്പ് ആവുകയും ചെയ്തു. ഈവൻ ദോ അത് നല്ല പടങ്ങളായിരുന്നു കേട്ടോ. 2011 ജിന്ദഗി നാമിലേക്ക് ദോബാര വരുന്നത്. ഇന്ത്യൻ സിനിമയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി. പക്ഷേ ആസ് എ സ്റ്റാർ ഹൃത്തിക് റോഷനെ തിരിച്ച് ട്രാക്കിലേക്ക് കയറ്റിയത് ഒരു പുള്ളു കൊടുത്തത് 2012 ഇറങ്ങിയ കരൺ ജോഹർ പ്രൊഡ്യൂസ് ചെയ്ത അഗ്നിപത്തിലാണ്. ഇതിന്റെ പിറകിൽ വലിയൊരു കഥയുണ്ട്. അഗ്നിപത്ത് അമിതാഭ് ബച്ചന്റെ പണ്ടത്തെ പടമാണ്. കരൺ ജോഹറിന്റെ അച്ഛനാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. ഒരു നല്ല സിനിമയായിരുന്നിട്ട് പോലും പ്രൊഡക്ഷൻ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടിയതുകൊണ്ട് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആവാതെ പോയൊരു പടമാണത്. അങ്ങനെ സ്വന്തം അച്ഛന് ഒരു ട്രിബ്യൂട്ട് കൊടുക്കാൻ വേണ്ടിയാണ് കരൺ ജോഹർ അഗ്നിപത്ത് ഹൃത്തിക് റോഷനെ വെച്ച് റീമേക്ക് ചെയ്തത്. അതിന്റെ പാട്ടുകളും ആ പടവും ഗംഭീര ഹിറ്റ് ആവുകയും ചെയ്തു. പ്രത്യേകിച്ച് കത്രീന കൈഫിന്റെ ഈ പാട്ട് ആരും മറന്നുണ്ടാവില്ല. ശരിക്കും ഹൃത്തിക് റോഷൻ വാസ് ബാക്ക് ഓൺ ട്രാക്ക്. പിന്നെ വന്ന ക്രിഷ് 3 ബ്ലോക്ക് ബസ്റ്റർ അടിക്കുകയും പുറകെ വന്ന ബാങ് ബാങ് സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു. ബാങ് ബാങ് ആ ടൈമിൽ ടിവിയിലാണ് ഞാൻ കണ്ടത്. അപ്പൊ തന്നെ എനിക്ക് ഈ പടം ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തു. അപ്പോഴാണ് നമ്മുടെ ടിവിയിൽ ആ ടൈമിൽ ഒരുപാട് ചാനലുകൾ ഉണ്ടാവും. ഞാൻ ചുമ്മാ അങ്ങനെ മാറ്റി മാറ്റി കളിച്ചോണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അറിയാതെ ടോം ക്രൂസിന്റെയും ക്യാമറോൺ ഡിയാസിന്റെയും നൈറ്റ് ആൻഡ് ഡേ എന്ന് പറയുന്ന പടം ഞാൻ കണ്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ബാങ് ബാങ് ഈ പടത്തിന്റെ റീമേക്ക് ആണ്. പക്ഷെ രണ്ട് പടവും ഒന്നിനൊന്ന് മെച്ചമാണ്. എനിക്ക് രണ്ട് പടം ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഋത്തിക്കിന്റെ കരിയറിൽ വലിയൊരു ചേഞ്ച് വരുന്നത് 2016 ആ കൊല്ലാണ് ഋത്തിക്കിന്റെ കരിയറിൽ തന്നെ വലിയൊരു ഫെയിലിയർ പുള്ളിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്. ആ കൊല്ലാണ് മോഹൻജോദാരോ റിലീസ് ആവുന്നത്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പടമാണത്. ഏൻഷ്യൻ മോഹൻജോദാരോ സിവിലൈസേഷൻ സിനിമകളിൽ ഒട്ടും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഹിസ്റ്റോറിക്കൽ ഏറയാണ്. ആ ഒരു സെറ്റിംഗിൽ ഇതിന്റെ ഇടയിൽ കൂടെ ആക്ഷൻ, കോമഡി, ഡ്രാമ, ലവ് സ്റ്റോറി ഒക്കെ ഉള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരുന്നു ആ സിനിമ. നമ്മുടെ മലയാളികളുടെ ഗന്ധർവനും കൃഷ്ണനൊക്കെ ആയിട്ടുള്ള നിതീഷ് ഭരദ്വാജും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. പോരാതെ ഈ സിനിമയിലാണ് ഞാൻ പൂജ ഹെഗ്ഡെനെ ആദ്യമായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. വളരെ വലിയൊരു ഹൈപ്പിലാണ് ആ പടം വന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മലയാള മനോരമ പത്രത്തില് ഇത് റിലീസായപ്പോൾ ചരിത്രത്തിന്റെ നായകൻ ചോര കൊണ്ട് എഴുതിയ ഇതിഹാസം എന്നും പറഞ്ഞ് ഒരു ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് ഇതിന്റെ പരസ്യം ഉണ്ടായിരുന്നു. അത്ര ഹൈപ്പോടുകൂടി വന്നതാണ് ഈ പടം. പക്ഷേ ഓഡിയൻസിന് കാര്യമായിട്ട് ആ പടം പിടിച്ചില്ല. പിന്നെ അക്ഷയ് കുമാറിന്റെ റസ്റ്റത്തിന്റെ ഒപ്പമായിരുന്നു മോഹൻജോദാരോ റിലീസ് ചെയ്തത്. അന്ന് അക്ഷയ് കുമാർ ഇന്നത്തെ പോലൊന്നും അല്ല, കിങ് ആയിരുന്നു. റസ്റ്റം, എയർലിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ് ആയിരുന്നു. അങ്ങനെ റസ്റ്റം പോസിറ്റീവ് റിപ്പോർട്ട്സ് വന്നുകൊണ്ട് മോഹൻജോദാരോനെ അത് നന്നായിട്ട് ബാധിച്ചു. മോഹൻജോദാരോ ബോക്സ് ഓഫീസിൽ വലിയൊരു ഫെയിലിയർ ആയി. പക്ഷേ 2017 കാബിൽ പോലൊരു ഹിറ്റ് കൊടുത്ത് പുള്ളി ഒരു കം ബാക്ക് കൊടുത്തു. പക്ഷെ പിന്നെ ഒരു 2 വർഷത്തേക്ക് പുള്ളി പടങ്ങളൊന്നും ചെയ്തില്ല. ഋത്തിക് റോഷൻ വളരെ ഔട്ട് ഓഫ് ഷേപ്പ് ആയതും ഈ ഒരു ടൈമിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2019 സൂപ്പർ 30 എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്നത്. ഹൃത്തിക് റോഷൻ എന്ന നടനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് പടമായിരുന്നു അത്. ഈ പടം വലിയൊരു ഹിറ്റ് ആവുകയും ചെയ്തു. പക്ഷെ പിന്നെയാണ് ഹൃത്തിക് റോഷന്റെ ലൈഫിനെ തന്നെ തിരിച്ച് ട്രാക്കിലേക്ക് ആക്കിയ ഹൃത്തിക് റോഷൻ എന്ന സ്റ്റാറിന്റെ റിവൈവൽ ആയിട്ടുള്ള ഒരു പടം വന്നത്, വാർ. ആ പടം വലിയൊരു ഹിറ്റ് ആവുകയും കബീർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് ഇഷ്ടം പോലെ ഫാൻ ബേസ് ഉണ്ടാവുകയും ചെയ്തു. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ പഠാൻ കാണാനിരുന്നപ്പോൾ പോലും കബീർ എന്നുള്ള ജസ്റ്റ് ആ ഒരു പേര് പറഞ്ഞപ്പോൾ തന്നെ കിട്ടിയ കയ്യടി വേറെ ലെവലായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞിട്ടാണ് കോവിഡ് വന്നതും ഒരു 3 കൊല്ലത്തേക്ക് പടമൊന്നും ഇല്ലാതിരുന്നതും. പിന്നെ 2022 ഹൃത്തിക് റോഷന്റെ വിക്രം വേദ റിലീസ് ആവുന്നത്. ഈവൻ അത് പോസിറ്റീവ് റിപ്പോർട്ട്സ് കിട്ടിയിട്ട് പോലും ആൾക്കാർ അങ്ങനെ മൈൻഡ് ചെയ്തില്ല. ഒരു റീമേക്ക് പടം ആയതുകൊണ്ട് തന്നെ ഓഡിയൻസ് അങ്ങനെ മൈൻഡ് ആക്കാൻ നിന്നില്ല. ഈവൻ ഞാൻ പോലും ഇതുവരെ ആ പടം കണ്ടിട്ടില്ല. പിന്നെ ഹൃത്തിക് റോഷൻ ടൈഗർ 3 ഒരു ക്യാമിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2024 വലിയൊരു ആന്റിസിപ്പേറ്റഡ് പ്രൊജക്റ്റ് ആയിരുന്നു പുള്ളിക്കാരന്റെ ഫൈറ്റർ. പേഴ്സണലി ഞാൻ ഇത് അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് കാത്തിരിക്കുന്നതാണ്. ഒരു 1.5 കൊല്ലമായി കാണും. അങ്ങനെ കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഞാൻ. അങ്ങനെ ഈ പടം റിലീസായ ദിവസം തന്നെ ഈവനിങ് ഷോ ഞാൻ കയറി കണ്ടു. പടം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഇവര് വിചാരിച്ച പോലെ പടം അങ്ങനെ ഹിറ്റ് ആയില്ല. പഠാനും വാറും ബാങ് ബാങ് ഒക്കെ എടുത്ത സിദ്ധാർത്ഥാനന്ദാണ് ഈ പടം ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ 90% ആൾക്കാരും പ്ലെയിനിൽ കയറാത്തോണ്ടാണ് ഈ പടം തോറ്റതെന്ന് പുള്ളി ഒരു ഇന്റർവ്യൂലൊക്കെ പറയുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ വികാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ബാക്ക് ടു ബാക്ക് ഹിറ്റ് കിട്ടിക്കൊണ്ടിരുന്ന പുള്ളിക്ക് പെട്ടെന്നൊരു ഫ്ലോപ്പ് കിട്ടിയപ്പോൾ ഞെട്ടിപ്പോയതാണ് പുള്ളി. താങ്ങാൻ പറ്റിക്കാണില്ല. അതുകൊണ്ട് ഓഡിയൻസിനെ ബ്ലെയിം ചെയ്യുന്നു. പക്ഷെ ഹൃത്തിക് റോഷന് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. നല്ല സിനിമകളായിരുന്നിട്ട് പോലും പുള്ളിയുടെ കൈറ്റ്സ്, ഗുസാരിഷ്, ലക്ഷ്യ, മോഹൻജോദാരോ ഇതൊക്കെ പൊട്ടിപ്പോയതാണ്. അതുകൊണ്ട് പുള്ളി ഇതിനെ നൈസായിട്ട് അങ്ങോട്ട് മൈൻഡ് ചെയ്തില്ല. ഇപ്പോൾ ഹൃത്തിക് റോഷനും ജൂനിയർ NTRും ഒരുമിച്ച് അഭിനയിക്കുന്ന വാർ 2ന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2025 റിലീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അത് നല്ലൊരു പടമായിട്ട് വരട്ടെ.